കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് കുതിപ്പേകുന്ന സീപ്ലെയിൻ പദ്ധതി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിരുന്നു. കേരളത്തിന്റെ വികസന കുതിപ്പിൽ നിർണായക ചുവടുവയ്പാകും സീപ്ലെയിൻ എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ പദ്ധതിക്കൊപ്പം വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. സീപ്ലെയിൻ പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലിയാണ് തർക്കവും വിവാദവും എല്ലാം. കേരളത്തിൽ ആദ്യമായി സീപ്ലെയിൻ ആരംഭിച്ചത് ഉമ്മൻചാണ്ടിയാണെന്നും ആ പദ്ധതി CPM പിന്തുണയോടെ മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്ത് പൂട്ടിച്ചു എന്നൊക്കെയാണ് കോൺഗ്രസുകാർ പറഞ്ഞു നടക്കുന്നത്. പക്ഷേ പ്രധാന ചോദ്യം ഇതല്ല. ഉദ്ഘാടനം കൊണ്ട് മാത്രം ഒരു പദ്ധതി മുന്നോട്ടു പോകുമോ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ സീപ്ലെയിൻ പറക്കാതിരുന്നത്? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കായലോര വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറെ പ്രതീക്ഷ പകർന്നാണ് 2013 ജൂണിൽ സീപ്ലെയിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അഷ്ടമുടി, പുന്നമട, ബോൾഗാട്ടി, കുമരകം, ബേക്കൽ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ ആലപ്പുഴയിൽ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതി തന്നെ ഉപേക്ഷിച്ചു. കൊല്ലത്തെ അഷ്ടമുടിക്കായലിൽ നിന്നും ആലപ്പുഴ പുന്നമടയിലേക്കായിരുന്നു ആദ്യ യാത്ര നിശ്ചയിച്ചിരുന്നത്. അതും പരീക്ഷണ പറക്കൽ തന്നെ. ഉദ്ഘാടന ദിവസം ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ കായലിൽ വള്ളമിറക്കി പ്രതിഷേധിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കം വള്ളത്തിൽ കയറി പ്രതിഷേധിക്കുകയും വലയെറിയൽ സമരം ഉൾപ്പെടെ നടത്തുകയും ചെയ്തു. മീൻപിടുത്തവും കക്കവാരലും തടസ്സപ്പെടുമെന്നും പാരിസ്ഥിതികാഘാത പഠനം നടത്തിയില്ലെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ സമരം. സെസ്ന 206H ആംഫീരിയർ എന്ന ചെറു വിമാനമാണ് പുന്നമടയിൽ ഇറങ്ങേണ്ടിയിരുന്നത്. പൈലറ്റ് ഉൾപ്പെടെ 6 പേർക്ക് യാത്ര ചെയ്യാമായിരുന്നു ആ വിമാനത്തിൽ. ലാൻഡ് ചെയ്യുന്നതിന് സ്ഥിരം സംവിധാനം വേണ്ടാത്ത വിമാനമായിരുന്നു അത്. സീപ്ലെയിൻ അടുപ്പിക്കുന്നതിന് പുന്നമടയിൽ പ്രത്യേക ജെട്ടി നിർമ്മിച്ചിരുന്നു. സംഘർഷമുണ്ടാകുന്ന വിലയിരുത്തലിൽ അവിടെ വിമാനമിറക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയില്ല. UDF സർക്കാർ സംഘടിപ്പിച്ച എമർജിംഗ് കേരളയിലാണ് സംസ്ഥാനത്ത് സീപ്ലെയിൻ പദ്ധതി അവതരിപ്പിച്ചത്. ടൂറിസം വകുപ്പിന് കീഴിലുള്ള കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് KTIL പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല നൽകി. കേരള ഏവിയേഷൻ കമ്പനി, കൈരളി എയർലൈൻസ്, സീബോർഡ് സീപ്ലെയിൻ സർവീസ് തുടങ്ങിയ കമ്പനികളാണ് അന്ന് രംഗത്തെത്തിയത്. അവരിൽ ആരും ഇവിടെ നിലനിൽക്കാത്തത് എന്താണ് എന്ന ചോദ്യം ഉയരുന്നു. സർക്കാരിൽ നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല എന്നത് തന്നെയാണ് അതിനുള്ള ഉത്തരവ്. പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ തങ്ങൾക്കുള്ള ആശങ്കകൾ മത്സ്യത്തൊഴിലാളികൾ ഉമ്മൻചാണ്ടി സർക്കാരിനെ വ്യക്തമായി അറിയിച്ചിരുന്നു. എന്നാൽ ആശങ്കകൾ അകറ്റാനും മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുക്കാനും കാര്യമായ നടപടികളൊന്നും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല. ഇങ്ങനെ ഒന്നും ചെയ്യാതിരുന്നിട്ട് തന്നെ ആശങ്കകളെല്ലാം പരിഹരിച്ചുവെന്നും സീപ്ലെയിൻ ആരംഭിക്കുമെന്നും അന്നത്തെ ടൂറിസം മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. 2013 പരീക്ഷണ പറക്കലിന് മത്സ്യത്തൊഴിലാളികളുടെ സമരങ്ങൾക്കും ശേഷം 2014 സീപ്ലെയിൻ പദ്ധതി ആരംഭിക്കുന്നു എന്ന് UDF സർക്കാർ പ്രഖ്യാപിച്ചു. മണിക്കൂറിന് 6000 രൂപ നിരക്കും നിശ്ചയിച്ചു. ആദ്യത്തെ സീപ്ലെയിൻ അനുമതി ലഭിച്ചത് കൈരളി ഏവിയേഷനാണ്. എന്നാൽ വിമാനം പറന്നില്ല. പരീക്ഷണ പറക്കലിന് ശേഷം കേന്ദ്ര സിവിൽ വ്യോമയാന വകുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ പിന്തുടർന്ന് പദ്ധതി നടപ്പാക്കാൻ ഒരു ശ്രമവും UDF സർക്കാർ നടത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഫലമായി കേരളത്തിലെത്തിയ കൈരളി ഏവിയേഷൻ വക സീപ്ലെയിൻ കുറെ കാലം കൊച്ചിൻ വിമാനത്താവളത്തിൽ തുരുമ്പെടുത്ത് കിടന്നു. കൈരളി ഏവിയേഷന് ശേഷം ഭാരത് ഏവിയേഷൻ, പവൻ ഹാൻസ്, വിങ് ഏവിയേഷൻസ് എന്നിങ്ങനെ നിരവധി കമ്പനികൾ കേരളത്തിലേക്ക് വന്നു. ഒരൊറ്റ കമ്പനിക്ക് പോലും UDF സർക്കാർ ആവശ്യമായ പിന്തുണ നൽകിയില്ല. ഇപ്പോൾ പിണറായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ച പദ്ധതിയുമായുള്ള സാമ്യം സീപ്ലെയിൻ എന്ന പേരിൽ മാത്രമാണ്. കായലുകൾ കേന്ദ്രീകരിച്ചായിരുന്നു UDFന്റെ സീപ്ലെയിൻ എങ്കിൽ LDF ആസൂത്രണം ചെയ്തിരിക്കുന്നത് അണക്കെട്ടുകളും വിമാനത്താവളങ്ങളും കേന്ദ്രീകരിച്ചുള്ള പദ്ധതിയാണ്. കായലുകളിലൂടെ പദ്ധതി നടപ്പിലാക്കിയാൽ മത്സ്യത്തൊഴിലാളികൾ ഉയർത്താനിടയുള്ള എതിർപ്പ് സർക്കാർ മുൻകൂട്ടി കണ്ടു എന്നർത്ഥം. സീപ്ലെയിൻ പരീക്ഷണ പറക്കൽ ഇത്തവണ വിജയകരമായി പൂർത്തിയാക്കിയപ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നും മുമ്പുള്ള പോലെ എതിർപ്പുകൾ വന്നിട്ടുണ്ട്.
CPM MLA-യും മത്സ്യത്തൊഴിലാളി നേതാവുമായ PP ചിത്തരഞ്ജനും CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസുമാണ് ആദ്യം എതിർ ശബ്ദമുയർത്തിയത്. അതൊരു തെറ്റായി സർക്കാർ കാണുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. മത്സ്യത്തൊഴിലാളി നേതാക്കൾ എന്ന നിലയിൽ ആശങ്കകൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അവരുടെ അവകാശവും ഉത്തരവാദിത്വവുമാണ് എന്നാണ് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. കായലുകൾ കേന്ദ്രീകരിച്ചല്ല ഇപ്പോൾ സീപ്ലെയിൻ പദ്ധതി നടപ്പാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വകുപ്പായ ഡാമുകൾ കേന്ദ്രീകരിച്ചാണ്. ഇവിടെ സീപ്ലെയിൻ ഇറക്കുന്നതിന് തൊഴിലാളി സംഘടനകൾ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. ഇനി ഭാവിയിൽ കായലുകളിലേക്ക് പദ്ധതി വരികയാണെങ്കിൽ ബന്ധപ്പെട്ട എല്ലാവരുമായി ചർച്ച നടത്തി ആശങ്കയ്ക്ക് പരിഹാരമുണ്ടായിട്ടേ മുൻപോട്ട് നീങ്ങൂ എന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി കഴിഞ്ഞു. UDF ഭരണകാലത്ത് അന്നത്തെ ഭരണകക്ഷിക്കൊപ്പം നിലനിന്ന ട്രേഡ് യൂണിയനും സീപ്ലെയിൻ പദ്ധതിയെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു എന്ന കാര്യം മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ ഓർമ്മിപ്പിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തു നിന്നും വ്യത്യസ്തമായി കേന്ദ്ര വ്യോമയാന നയങ്ങളിലും ചട്ടങ്ങളിലും ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രാദേശിക വിമാനത്താവളങ്ങളും വിമാനയാത്രയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഉഡേ ദേശ് കാ ആം നാഗരിക് എന്ന പദ്ധതി ഇതിൽ ഉൾപ്പെടുന്നു. നേരത്തെ വിജയിക്കാതിരുന്ന സീപ്ലെയിൻ പദ്ധതി ഇപ്പോൾ വിജയിക്കുമെന്ന് പറയാൻ അതും ഒരു പ്രധാന കാരണമാണ്. സീപ്ലെയിൻ സർവീസിന് 5 കമ്പനികൾ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഈ പദ്ധതി സ്വന്തമാക്കാൻ ഇപ്പോൾ മത്സരിക്കുന്നത് ഈ 5 കമ്പനികളാണെന്ന് അറിവായിട്ടുണ്ട്. ഡി ഹാവ്ലാൻഡ് കാനഡ കമ്പനിയുടെ 17 സീറ്റുകളുള്ള സീപ്ലെയിൻ ആണ് ഇപ്പോൾ കൊച്ചിയിലെത്തിയത്. ആന്ധ്രാപ്രദേശിലെ പ്രകാശം ബാരേജിൽ നവംബർ 9 ഉദ്ഘാടനം ചെയ്ത ആംഫിബിയസ് എയർക്രാഫ്റ്റ് ആണിത്. കനേഡിയൻ പൗരന്മാരായ ഡാനിയൽ ഡോങ്ഡ് എന്നിവരായിരുന്നു വിമാനത്തിന്റെ പൈലറ്റുമാർ. യോഗേഷ് ഗർഗ്, സന്ദീപ് ദാസ്, സെയ്ദ് കമ്രാൻ ഹുസൈൻ, മോഹൻ സിംഗ് തുടങ്ങിയവർ ക്രൂ അംഗങ്ങളും. 2 മീറ്റർ ആഴം മാത്രമാണ് സീപ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതിന് ആവശ്യം. വേലിയേറ്റ സമയത്തെയും വേലിയിറക്ക സമയത്തെയും വെള്ളത്തിന്റെ ഒഴുക്ക്, മറീനയുടെ ആഴം, മറ്റ് തടസ്സങ്ങൾ തുടങ്ങിയവ 1 മാസമായി പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷമാണ് സീപ്ലെയിൻ ലാൻഡ് ചെയ്തത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അടക്കം എല്ലാ അനുമതിയും പരീക്ഷണ പറക്കലിന് ലഭിച്ചു കഴിഞ്ഞു. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പോലെ വെറും ഒരു പദ്ധതി മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ ഉദ്ഘാടനം മാത്രമായിരുന്നില്ല ഇപ്പോൾ നടന്നത്. ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ഉദ്ഘാടനത്തിനപ്പുറം അതെങ്ങനെ മുന്നോട്ട് നീക്കണമെന്ന് ചിന്തിച്ചിരുന്നില്ല എന്നതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രശ്നം. പിണറായി സർക്കാർ വ്യത്യസ്തത പുലർത്തുന്നത് അവിടെയാണ്. പദ്ധതി നടപ്പിലാക്കി എങ്ങനെ വിജയിപ്പിക്കാമെന്ന് ആദ്യമേ തന്നെ കണക്ക് കൂട്ടുകയും അതനുസരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യുന്നു. UDF സർക്കാർ നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ് ഒതുക്കിവെച്ച ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, പവർ ഗ്രിഡ് എന്നിങ്ങനെയുള്ള പദ്ധതികൾ വിജയകരമായി മുന്നോട്ട് നീക്കിയത് തന്നെയാണ് ഇതിനുള്ള ഉദാഹരണം. സീപ്ലെയിൻ പദ്ധതി ഈ പട്ടികയിലെ ഏറ്റവും പുതിയ ഇനമാണ് എന്ന് മാത്രം പറയേണ്ടിയിരിക്കുന്നു.